നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th സെമസ്റ്റർ ബികോമിൽ പഠിക്കാനുള്ള ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ ഇൻകം ടാക്സ് 2 പാർട്ടായിട്ടാണ് പഠിക്കാനുള്ളത്. 5th സെമസ്റ്ററിൽ ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്നൊരു പേപ്പറും 6th സെമസ്റ്ററിൽ ഇൻകം ടാക്സ് ആൻഡ് GST എന്ന് പറയുന്ന പോർഷനുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അതിൽ രണ്ടും പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, 5th സെമസ്റ്റർ പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷനാണ് 6th സെമസ്റ്ററിലെ ഇൻകം ടാക്സ് ആൻഡ് GST എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്. അതുകൊണ്ട് സാധാരണ ഒരു സബ്ജക്റ്റ് നമ്മൾ ഡീൽ ചെയ്യുന്നത് പോലെ നമുക്കൊരിക്കലും ചെയ്യാൻ കഴിയില്ല. കാരണം ഈ ഒരു സബ്ജക്റ്റ് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സെമസ്റ്ററിൽ വീണ്ടും ഇത് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ദിവസവും നമുക്ക് തരുന്ന ക്ലാസ്സുകൾ അതത് സമയത്ത് തന്നെ കേട്ട് അതിൻ്റെ നോട്ട് എഴുതിയെടുത്ത് അതിൻ്റെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട് പോവുകയുള്ളൂ. സാധാരണ ഒരു സബ്ജക്റ്റ് കഴിഞ്ഞാൽ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ തീരെ മെയിൻറ്റാറില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് അതിൻ്റെ ബാക്കി വീണ്ടും വരുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ ഇതിന് മുന്നിട്ടിറങ്ങേണ്ടതെന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത്. മറ്റൊരു കാര്യം, സാധാരണ എല്ലാവരും പറയാറുണ്ട് ഇൻകം ടാക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വളരെ ബുദ്ധിമുട്ടാണ്, അത് ഒരുപാട് ആളുകൾ ഫെയിൽ ആവാറുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ അത്ര വലിയൊരു സംഭവമായിട്ടൊന്നല്ല ശരിക്കും ഇൻകം ടാക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ കാണേണ്ടത്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ കാര്യവും പഠിച്ച് പോകാൻ പറ്റും. നേരെ തിരിച്ച് ഒരു ദിവസം മിസ്സായി കഴിഞ്ഞാൽ പിറ്റേന്ന് അതിൻ്റെ ബാക്കിയായിരിക്കും പറയുക, അതൊന്നും കിട്ടാതെ വരും. അതുപോലെ തന്നെ ഇൻകം ടാക്സ് ആണ്, അത് ആക്ട് റൂള് അതുപോലെ കുറേ നിയമങ്ങൾ ലോസ് ഒക്കെയാണ് അതിൽ വരിക. അതുകൊണ്ട് തന്നെ അതിലേതെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ ബാക്കിയൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തുടർച്ചയായിട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ഓരോ ക്ലാസ് ഇടുമ്പോഴും ആ ക്ലാസ് കറക്റ്റായിട്ട് കേട്ട് അതിൻ്റെ കറക്റ്റായിട്ട് നോട്ട് എഴുതി അത് പഠിച്ച് അടുത്തിലേക്ക് പോകാൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു പേപ്പറാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആദ്യം ടാക്സ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, നമ്മുടെ രാജ്യം റൺ ചെയ്യുന്നത് നമ്മുടെ ഗവൺമെൻറ് ആണ്. അപ്പോൾ ഈ ഗവൺമെൻറ്റിന് നമുക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നമുക്ക് ഹെൽത്ത് ഫെസിലിറ്റീസ് ആവാം, അതല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, ഇപ്പോൾ റോഡ് അതല്ലെങ്കിൽ ബ്രിഡ്ജ് പോലുള്ള കാര്യങ്ങളാവാം, അതല്ലെങ്കിൽ മറ്റു മെഡിക്കൽ ഫെസിലിറ്റീസ് ആവാം, അതല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റി വേണ്ടിയിട്ട് ഫോഴ്സുകൾ, പോലീസ് പോലുള്ള ഫോഴ്സുകളുണ്ട്. ഇവയൊക്കെ നമുക്ക് ചെയ്തു തരണമെങ്കിൽ ഗവൺമെൻറ്റിന് ആദ്യം ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട്. ആ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് പല തരത്തിലുള്ള ടാക്സുകൾ രാജ്യത്തും അതുപോലെ തന്നെ സംസ്ഥാനത്തൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ടാക്സ് എന്താണെന്ന് മനസ്സിലാക്കണം. ടാക്സ് സിംപ്ലി മീൻസ് ഇറ്റ് ഈസ് ദ കമ്പൽസറി എക്സ്ട്രാക്ഷൻ ഓഫ് മണി ബൈ ദി ഗവൺമെൻറ് ഫ്രം ദി പീപ്പിൾ. ജനങ്ങളെ കയ്യിൽ നിന്നും ഗവൺമെൻറ് സ്വമേധയാലല്ല കമ്പൽസറി ആയിട്ട് നിർബന്ധപൂർവ്വം വാങ്ങിക്കുന്ന തുകയാണ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് അത് നമുക്ക് നിർബന്ധമായിട്ട് കൊടുക്കണം. ഇനി ഒരു വ്യക്തി അദ്ദേഹം ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ നിയമപരമായിട്ടുള്ള കേസും അതുപോലെ തന്നെ മറ്റുള്ള ആക്ഷൻസ് ഒക്കെ വരാൻ അവിടെ ചാൻസ് ഉണ്ട്. എന്നാൽ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് എ കമ്പൽസറി എക്സ്ട്രാക്ഷൻ ഓഫ് മണി. ഒരിക്കലും നമ്മൾ സ്വമേധയാ കൊടുക്കുന്നതല്ല. അതുപോലെ തന്നെ നമ്മൾ ടാക്സ് കൊടുക്കുന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ്, അതല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ റൈറ്റ്, നമ്മുടെ ഡ്യൂട്ടി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ടാക്സ് കൊടുക്കേണ്ടത്. നമ്മൾ ഏതൊരു വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിന് ഒരു ഫിക്സഡ് ഇൻകത്തിന് മുകളിൽ ഒരു വർഷം ഫിക്സഡ് പേഴ്സൻ്റെ മുകളിൽ ഇൻകം ഉണ്ടെങ്കിൽ, ഫിക്സഡ് എമൗണ്ടിന് മുകളിൽ ഇൻകം ഉണ്ടെങ്കിൽ അദ്ദേഹം ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കണം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധനം കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാ വാങ്ങുന്ന സാധനത്തിന് മുകളിൽ ചെറിയൊരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കുന്നുണ്ട്. ചിലതൊക്കെ നമ്മൾ അറിയാതെ കൊടുക്കുന്നതാവാം. ഇപ്പോൾ GST ഒക്കെ നമ്മൾ അറിയാതെയാണ് ടാക്സ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്ന എമൗണ്ട് ആണ് ശരിക്കും എന്ത് പറയുന്നത് ടാക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഒബ്ലിഗേഷനാണ്, നമ്മളത് അടച്ചിരിക്കണം. ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് എ പേഴ്സൺ ടു പേ ടാക്സ് ആൻഡ് ഇറ്റ് ഈസ് എ റൈറ്റ് ഓഫ് എ ഗവൺമെൻറ് ടു ലെവി ടാക്സ്. ഗവൺമെൻറ്റിന് ഇത് പിടിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്. നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കെതിരെ ലീഗൽ ആക്ഷൻ എടുക്കാനുള്ള അധികാരം വരെ ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് എ പേഴ്സൺ ടു പേ ടാക്സ് ആൻഡ് ഇറ്റ് ഈസ് എ റൈറ്റ് ഓഫ് ഗവൺമെൻറ് ടു ലെവി ടാക്സ്. ടാക്സ് ചുമത്താനുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട്. ഇനി നമുക്കറിയാം, ടാക്സ് ഈടാക്കുന്നത് വെറും ഒരു ഗവൺമെൻറ് മാത്രമല്ല, അത് സെൻട്രൽ ഗവൺമെൻറ് ആവാം,
അതല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആവാം, അതുമല്ലെങ്കിൽ ലോക്കൽ ഗവൺമെൻറ് ആവാം. ലോക്കൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി പോലുള്ള സ്ഥാപനങ്ങളാവാം. നമ്മുടെ വീടിൻ്റെ കെട്ടിട നികുതി പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടക്കാറുള്ളത് പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലാണ്. എന്നാൽ ചിലതൊക്കെ ഇപ്പം ഒരു വർഷത്തിൽ നമുക്ക് ഒരു 2,50,000 രൂപയിൽ കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് മുകളിലുള്ള ഓരോ എമൗണ്ടിനും ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കണം. ഈ ടാക്സ് അടക്കുന്നത് ലെവി ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം GST, നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അതിൽ നമുക്ക് GST ബില്ല് കാണാം. SGST, അതുപോലെ തന്നെ CGST, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോർഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പോർഷൻ ഉണ്ടാവും. അത് രണ്ടൊരു ഗവൺമെൻറ്റിനോട് കിട്ടുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെട്ടിട നികുതിയൊക്കെ ചുമത്തുന്നത് നമ്മുടെ ലോക്കൽ അതോറിറ്റിയാണ്. അപ്പോൾ ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന അതോറിറ്റി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ആവാം, അതല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആവാം, അതുമല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിയും ആവാം. ഇനി ടാക്സ് 2 തരത്തിലാണുള്ളത്. പ്രധാനമായിട്ടും ടാക്സ് നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിലൊന്നാമത്തതാണ് ഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ്, വെൻ എ ടാക്സ് പേയർ പേസ് ടാക്സ് ടു ദി ഗവൺമെൻറ് ഡയറക്റ്റ്ലി ഈസ് നോൺ ആസ് ഡയറക്റ്റ് ടാക്സ്. ഒരു ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തി ഗവൺമെൻറ്റിലേക്ക് നേരിട്ട് ടാക്സ് അടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനറിയപ്പെടുന്ന പേരാണ് ഡയറക്റ്റ് ടാക്സ്. ദർ ഈസ് നോ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ടാക്സ് പേയർ ആൻഡ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ടാക്സ് അടക്കുന്ന വ്യക്തിക്കിടയിൽ ഒരു ഇൻ്റർമീഡിയറി ഇല്ല, ഒരു ഇടനിലക്കാരുണ്ടാവില്ല. അതാണ് ഡയറക്റ്റ് ടാക്സിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ടാക്സ് കൊടുക്കേണ്ട വ്യക്തിയും ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തിയും ടാക്സ് കൊടുക്കുന്ന വ്യക്തിയും ഒരാളായിരിക്കും. ഇപ്പം ഞാനാണ് ടാക്സ് അടക്കേണ്ടതെങ്കിൽ ഞാൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ്റിലേക്ക് നേരിട്ട് ടാക്സ് അടക്കുക. അതിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. അതിനെ നമുക്ക് ഉദാഹരണം പറയാം ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡയറക്റ്റ് ടാക്സ്. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യക്തിക്ക് 2,50,000 രൂപയിൽ കൂടുതൽ ഇൻകം ഒരു വർഷത്തിലുണ്ടെങ്കിൽ ആ ബാക്കി 2,50,000 രൂപയിൽ മുകളിലുള്ള എല്ലാ എമൗണ്ടിനും നമ്മൾ ഫിക്സഡ് പെർസെൻറ്റേജ് ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടക്കണം. അത് ആരാണ് അടക്കുക? ആരാണോ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ളത് ആ വ്യക്തി തന്നെയാണ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കേണ്ടത്. എന്നാൽ ഇതിന് നേരെ തിരിച്ചാണ് ഇൻഡയറക്റ്റ് ടാക്സ്. നമ്മൾ പരോക്ഷ നികുതി എന്ന് സാധാരണ പറയാറുണ്ട്. അതായത് വെൻ എ ടാക്സ് പേയർ പേസ് ടാക്സ് ടു ഗവൺമെൻറ് ത്രൂ ആൻ ഇൻ്റർമീഡിയറി. ഒരു വ്യക്തി ഒരു ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി ഗവൺമെൻറ്റിലേക്ക് ഒരു ഇടനിലക്കാരൻ വഴിയാണ് ടാക്സ് അടക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരാണ്, ആ ടാക്സിന് പറയുന്ന പേരാണ് ഇൻഡയറക്റ്റ് ടാക്സ്. അവിടെ ഒരു ഇൻ്റർമീഡിയറി ഉണ്ടാവും, ഒരു ഇടനിലക്കാരുണ്ടാവും. ഞാനാണ് ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ളതെങ്കിൽ ഞാൻ ആ ഒരു ഇടനിലക്കാരൻ ടാക്സിൻ്റെ എമൗണ്ട് കൊടുക്കുന്നു. ആ ഇടനിലക്കാരനാണ് അത് ഗവൺമെൻറ്റിലേക്ക് കൈമാറുന്നത്. അതാണ് അവിടെ തമ്മിലുള്ള ഡയറക്റ്റ് ടാക്സും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് നമുക്ക് ഉദാഹരണം പറയാൻ പറ്റും GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. കാരണം നമ്മൾ കടയിൽ നിന്നും ഒരു 10 രൂപയുടെ പേന വാങ്ങുകയാണെങ്കിൽ പോലും 1 രൂപയോ അതിൽ കൂടുതലോ അതിന് ടാക്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. കാരണം ആ പേന വാങ്ങുന്ന സമയത്ത് തന്നെ അതിൻ്റെ ടാക്സ് നമ്മൾ ആ കടക്കാരന് കൊടുക്കുന്നു. ഈ കടക്കാരനാണ് അത് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ആയിട്ട് അടക്കുന്നത്. അതിനെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നറിയപ്പെടുന്നത്. ഇനി ഈ ടാക്സിൽ വരുന്ന ചില ടേംസ് ഇപ്പോൾ നമുക്കറിയാം. ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ സാധാരണ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ആവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഹ്യൂമൻ ബീയിങ് ആവാം. പക്ഷേ ഇൻകം ടാക്സ് ആക്ട് 1961 1961 ഇൻകം ടാക്സ് ആക്ട് പാസ് ചെയ്തിട്ടുള്ളത്. അത് പ്രകാരം ഓരോന്നിനെയും ഓരോന്നായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതായത് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പറയുന്ന വ്യക്തിയല്ല പേഴ്സൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടാക്സ് അടക്കേണ്ട വ്യക്തി, ടാക്സ് പേയർ അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി ഉള്ള ആളെ പറയാൻ വേറെ പേരുണ്ട്. അങ്ങനെ ഇൻകം ടാക്സിൽ മാത്രം വരുന്ന ചില ടേംസ് ഉണ്ട്. ആ ടേംസ് കുറച്ച് ടേംസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലൊന്നാമത്തതാണ് അസസി. ആരാണ് അസസി എന്നാണ്. അസസി ഈസ് എ പേഴ്സൺ ഹു ഈസ് ലയബിൾ ടു പേ ടാക്സ്. ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര് പറയുന്നത്, അസസി എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഫിക്സഡ് എമൗണ്ടിന് മുകളിൽ ഇൻകം ഉണ്ടെങ്കിൽ അയാൾ ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കണം. അയാളുടെ ഇൻകം ടാക്സിൽ അറിയപ്പെടുന്ന പേരാണ് അസസി എന്ന്. അതേപോലെ തന്നെ മറ്റൊരു ടേമാണ് ഡീംഡ് അസസി. ഡീംഡ് അസസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് മറ്റൊരു വ്യക്തിയാണ് ടാക്സ് അടക്കുന്നതെങ്കിൽ ആ ടാക്സ് അടക്കുന്ന വ്യക്തിയാണ് ഡീംഡ് അസസി. ഇപ്പം എനിക്ക് വേണ്ടിയിട്ട് എ എന്ന് പറയുന്ന ഒരാളാണ് ടാക്സ് അടക്കുന്നതെങ്കിൽ ഞാൻ അസസിയാണ്, ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ആളാണ്. എന്നാൽ എനിക്ക് വേണ്ടി അടക്കുന്ന വ്യക്തിയാണ് ഡീംഡ് അസസി എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റും.
ഗാർഡിയൻ ഓഫ് എ മൈനർ ചൈൽഡ്. ഒരു പ്രായപൂർത്തിയാവാത്ത കുട്ടിക്ക് ഏതെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് അടക്കേണ്ടത് ആ കുട്ടിയുടെ ഗാർഡിയനാണ്. അല്ലാതെ എന്തല്ല, ആ കുട്ടി നേരിട്ടല്ല ടാക്സ് അടക്കുക. അവിടെ അസസി എന്ന് പറയുന്നത് ആ കുട്ടിയാണെങ്കിലും അവിടെ അസസി ഇൻ ഡീഫാൾട്ട് എന്ന് ഡീംഡ് അസസി എന്നറിയപ്പെടുന്നത്, അതല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് അസസി എന്നറിയപ്പെടുന്നത് ആ കുട്ടിയുടെ ഗാർഡിയൻ ആയിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു ടേം, ഡീംഡ് അസസിന് മറ്റൊരു പേരാണ് റെപ്രസെൻറ്റേറ്റീവ് അസസി എന്നറിയപ്പെടുന്നത്. മറ്റൊരു ടേമാണ് അസസി ഇൻ ഡീഫോൾട്ട്. അസസി ഇൻ ഡീഫോൾട്ട്. അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ടാക്സ് അടയ്ക്കേണ്ട സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷനാണ് അയാൾക്കുള്ളതെങ്കിൽ അയാൾ ആ ടാക്സ് അടക്കാതിരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എന്നെ ഒരാൾ ടാക്സ് അടക്കാൻ വേണ്ടി ഏൽപ്പിച്ചു, എന്നിട്ട് ഞാൻ അയാളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ആ ക്യാഷ് ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായിരിക്കും അവിടെ അസസി ഇൻ ഡീഫോൾട്ട് ആയിരിക്കും. കാരണം ഒരു വ്യക്തി നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച പൈസയാണ് ടാക്സ് അടക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ആ എമൗണ്ട് ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ അസസി ഇൻ ഡീഫോൾട്ട് എന്നാണ് അറിയപ്പെടുക. സാധാരണ ഒരു ഓർഗനൈസേഷനിലൊക്കെ, ഒരു കമ്പനിയിൽ, ബിസിനസ്സിലൊക്കെ അവിടെ എംപ്ലോയർ അതായത് അയാളെ തൊഴിലുടമ എംപ്ലോയീസിൻ്റെ സാലറിയിൽ നിന്നും പ്രൊഫഷണൽ ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യും. ഈ ഡിഡക്റ്റ് ചെയ്ത എമൗണ്ട് ഈ തൊഴിലുടമ ഗവൺമെൻറ്റിലേക്ക് അടക്കണം. അങ്ങനെ ഈ തൊഴിലുടമ ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ട ഈ എമൗണ്ട് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ എമൗണ്ട് എംപ്ലോയർ ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആ എംപ്ലോയറെ പറയുന്ന പേരാണ് അസസി ഇൻ ഡീഫോൾട്ട്. അതായത് ഒരാളെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ വാങ്ങുകയും ആ വാങ്ങിയ എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് അടക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരാണ് അസസി ഇൻ ഡീഫോൾട്ട് എന്ന്. ഇനി മറ്റൊരു ടേമാണ് അസസ്മെൻറ്റ്. അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് എ പേഴ്സൺ. ഒരു ഒരു പേഴ്സൺ ആയിക്കോട്ടെ, ഒരു വ്യക്തി മീൻസ് ഇവിടെ ഒരു ഇൻഡിവിജ്വൽ ആവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനി, ബിസിനസ്, എന്തും ആവാം. അദ്ദേഹത്തിൻ്റെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത് ആ എത്ര രൂപയാണ് അയാൾക്ക് ഇൻകം ഉള്ളത് എന്ന് കമ്പ്യൂട്ട് ചെയ്ത് ആ ഇൻകം മൊത്തം നോക്കി അതിൻ്റെ മുകളിൽ എത്ര രൂപ അയാൾ ടാക്സ് കൊടുക്കണമെന്ന് കമ്പ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് അസസ്മെൻറ്റ്. അസസ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് എ പേഴ്സൺ ആൻഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ ടാക്സ് എത്ര കൊടുക്കണമെന്ന് കമ്പ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അസസ്മെൻറ്റ് എന്നറിയപ്പെടുക. അതുപോലെ തന്നെ മറ്റു രണ്ട് ടേംസ് ആണ് അസസ്മെൻറ്റ് ഇയർ എന്താണ്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ എന്താണെന്നുള്ളതാണ്. അസസ്മെൻറ്റും പ്രീവിയസ് ഇയറും എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണ ഇൻകം ടാക്സ് അടക്കുക അതത് വർഷത്തിലല്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇയർ നമുക്കറിയാൻ പറ്റും 2020 ഏപ്രിൽ 1 മുതൽ 2021 മാർച്ച് 31 വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. എന്നാൽ നമ്മൾ 2020-21 വർഷത്തെ ടാക്സ് ഈ 2020-21 വർഷത്തിലല്ല അടക്കുക. 2020-21 വർഷത്തെ ടാക്സ് അടക്കുക അടുത്ത വർഷമാണ്, അതായത് 2021-22 എന്ന് പറയുന്ന വർഷമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 2020-21 എന്ന് പറയുന്ന ഈ വർഷം ടാക്സ് അടക്കേണ്ടത് കഴിഞ്ഞ വർഷത്തെ ഇൻകത്തിന് മുകളിലായിരിക്കണം. അതായത് 2019-20 വർഷത്തിൽ നമുക്ക് എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻകത്തിന് മുകളിലായിരിക്കണം 2020-21 എന്ന് പറയുന്ന കാലയളവിൽ ടാക്സ് അടക്കേണ്ടത്. അതായത് അതത് വർഷമല്ല അടക്കുന്ന തൊട്ട് മുമ്പത്തെ വർഷത്തെ ഇൻകത്തിന് മുകളിലാണ് നമ്മൾ ഓരോ വർഷം എന്ത് ചെയ്യാറുള്ളത്, ടാക്സ് അടക്കാറുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ആ ടേംസ് മനസ്സിലാക്കാൻ വേണ്ടി ഈ കാര്യം പറഞ്ഞത്. ഇനി ഒരു ടേം നോക്കാം, അസസ്മെൻറ്റ് ഇയർ ആണ് ഒന്ന്. അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വർഷമാണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് അടക്കുന്നത് ആ വർഷത്തിന് അറിയപ്പെടുന്ന പേരാണ് അസസ്മെൻറ്റ് ഇയർ. ഇപ്പോൾ 2019-20 വർഷത്തിലെ ഇൻകം എത്രയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് 2020-21 വർഷത്തിൽ അടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് 2020-21 ആണ്. എന്നാൽ പ്രീവിയസ് ഇയർ ആണ് മറ്റൊരു ടേം. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വർഷമാണോ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ആ വർഷത്തെ പറയുന്ന പേരാണ് പ്രീവിയസ് ഇയർ എന്ന്. അതായത് 2019-20 വർഷത്തിലാണ് നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്തത്. ആ ഇൻകമാണ് 2021 വർഷത്തിൽ അടക്കുന്നതെങ്കിൽ 2019-20 വർഷമാണ് അവിടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ഏപ്രിൽ 1 മുതൽ തുടങ്ങി മാർച്ച് 31 വരെയുള്ള സമയമായിരിക്കും അവിടെ പ്രീവിയസ് ഇയർ ആയിട്ട് കണക്കാക്കുക. അപ്പോൾ ഈ രണ്ട് ടേംസ് ആണ് അവിടെ പറഞ്ഞത്. ഒന്ന്, ഏത് വർഷമാണോ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടക്കുന്നത് ആ വർഷത്തെ പറയുന്ന പേരാണ് അസസ്മെൻറ്റ് ഇയർ. എന്നാൽ ഏത് വർഷമാണോ ഇൻകം
ജനറേറ്റ് ചെയ്തത്, ഇൻകം നമുക്ക് കിട്ടിയത് ആ വർഷത്തെ പറയുന്ന പേരാണ് പ്രീവിയസ് ഇയർ. ഇനി ഒരു ടേം കൂടി ഇതിൽ വരുന്നുണ്ട്. പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സിൽ എന്താണെന്നുള്ളതാണ്. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞു, പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു വ്യക്തിയായിട്ടാണ് കണക്കാക്കാറുള്ളത്, എന്നാൽ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ടാണ് കണക്കാക്കാറുള്ളത്. എന്നാൽ ഇൻകം ടാക്സ് പ്രകാരം പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 or 8 ഒക്കെ ആളുകളാവാം. അതിൽ ഒന്നാമത്തതാണ് ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി പേഴ്സൺ ആവാം. അതല്ലെങ്കിൽ HUF, ഈ അൺഡിവൈഡഡ് ഹിന്ദു ഫാമിലി ഒരു പേഴ്സൺ ആവാം. കാരണം ടാക്സ് അടക്കം ബാധ്യസ്ഥനായിട്ടുള്ള ഒരു അൺഡിവൈഡഡ് HUF വേണമെങ്കിൽ അവിടെ പേഴ്സൺ ആവാം. അതല്ലെങ്കിൽ ഒരു ഫേം, പാർട്ണർഷിപ്പ് ഫേം, 2 അതിൽ കൂടുതലോ ആളുകൾ കൂടി ചേർന്നിട്ടുണ്ടായിട്ടുള്ള പാർട്ണർഷിപ്പ് ഫേം ടാക്സ് അടക്കുകയാണെങ്കിൽ അവർ അവിടെ അസസ്യാണ്. 4മത്താണ് കമ്പനി. ഒരു കമ്പനി നമ്മൾക്കറിയാം, കൂടുതൽ ആളുകളുണ്ടെങ്കിൽ നമ്മളത് ഒരു കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യും. 1986 ആക്ട് പ്രകാരം അല്ലെങ്കിൽ 2013 ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനി അവർക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് അടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അസസി എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ പേഴ്സൺ എന്നറിയപ്പെടുന്നത് ഈ പറയപ്പെട്ട കമ്പനി ആയിരിക്കും. അതല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആയിരിക്കാം. അതായത് ലീഗൽ നിയമപ്രകാരം എന്തെങ്കിലും ഒരു പേഴ്സണായി കണക്കാക്കപ്പെട്ട ആളുകളാവാം. അതല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആവാം. അതല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആവാം. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിട്ട് 1969 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആവാം. അങ്ങനെ ഈ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് പ്രകാരം ഒന്നെങ്കിൽ ഇൻഡിവിജ്വൽ ആവാം, അതല്ലെങ്കിൽ HUF ആവാം, അതല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേം ആവാം, അതല്ലെങ്കിൽ കമ്പനി ആവാം, അതല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആവാം, അതല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആവാം, അതല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആവാം. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ജസ്റ്റ് നമ്മൾ എന്താണ് ടാക്സ് എന്നും അതിൻ്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ അതിൽ വരുന്ന കുറച്ച് ടേംസ്, ഒരു 5-6 ടേംസ് മാത്രമേ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ക്ലാസ്സുകൾ വരുന്ന വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഓക്കെ, താങ്ക് യു.